70-ാം പിറന്നാളിന് തൊട്ടുമുമ്പ് ഉമ്മൻചാണ്ടിക്ക് രക്തം കാണേണ്ടി വന്നു. വിദ്യാർത്ഥി നേതാവായിരിക്കെ ആദ്യം നയിച്ച സമരത്തിൽ രക്തം കണ്ട ചരിത്രമാണ് ഉമ്മൻചാണ്ടിക്കുള്ളത്. അരനൂറ്റാണ്ട് മുമ്പുള്ള ആ സംഭവത്തിലേക്ക് ആദ്യം. അഖില കേരള ബാലജന സഖ്യത്തിലൂടെയാണ് ഉമ്മൻചാണ്ടി സംഘടനാ പ്രവർത്തനം തുടങ്ങുന്നത്. പിന്നെ KSUവിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി. പുതുപ്പള്ളി സെന്റ് ജോർജ് ഗവൺമെന്റ് ഹൈസ്കൂളിൽ KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറിയായിരിക്കെ മുത്തച്ഛനായ BJ ഉമ്മന്റെ പേരിലുള്ള സ്കൂളിലേക്ക് സമരം നയിച്ച പാരമ്പര്യമുണ്ട് ഉമ്മൻചാണ്ടിക്ക്. സ്കൂളിലെ ഹെഡ്മാസ്റ്ററാകട്ടെ സമരങ്ങളോടും വിദ്യാർത്ഥി രാഷ്ട്രീയത്തോടും ഒട്ടും പ്രതിപത്തിയില്ലാത്ത സ്വന്തം പിതാവ് KO ചാണ്ടിയും. സമരക്കാരെ നേരിടാൻ ഹെഡ്മാസ്റ്റർ ചൂരലുമായി വന്നപ്പോൾ വിദ്യാർത്ഥി നേതാക്കൾ എടുത്തുചാടി ഓടി. നേതാവ് ഉമ്മൻചാണ്ടിയുടെ ചാട്ടം കുപ്പിച്ചില്ലിലേക്കായിരുന്നു. അങ്ങനെ രക്തം കണ്ട സമരവഴികളിലൂടെയാണ് ഉമ്മൻചാണ്ടി എന്ന വിദ്യാർത്ഥി നേതാവ് വളർന്നത്. അന്ന് ചൂരലെടുത്ത പിതാവ് KO ചാണ്ടി തന്റെ മകന്റെ വളർച്ചയ്ക്ക്, രാഷ്ട്രീയ വളർച്ചയ്ക്ക് പിന്നീട് ഒരിക്കലും തടസ്സം നിന്നതുമില്ല. 69-ലെ ഫിലിപ്പിനിൽ ചെറുപ്പക്കാർക്കുള്ള നിർണായകമായ പങ്കും അതോടുകൂടി കോൺഗ്രസിനകത്ത് അവർക്കുണ്ടായിട്ടുള്ള സ്വാധീനവും അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ആവേശവും ചെറുപ്പക്കാർക്കുള്ള വിശ്വാസവും അതെല്ലാം കൂടിയാണ് ഒരു യുവനിര കോൺഗ്രസിൽ വളർന്നു. ആ യുവനിരയുടെ മുന്നണിയിലുള്ള പ്രധാനപ്പെട്ട നേതാക്കളുള്ളതായിട്ടാണ് ഉമ്മൻചാണ്ടി കടന്നു വന്നത്. കോട്ടയത്തെ ഒരു കോളേജിൽ 60കളിൽ KSU നേതാവായി പോയ ഉമ്മൻചാണ്ടിയുടെ ഉടുമുണ്ടഴിച്ചെടുത്തിട്ടുണ്ട് എതിരാളികൾ. അതിനെയെല്ലാം വെല്ലുവിളിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം പിൽക്കാലത്ത് KSU നേതാക്കൾക്ക് കലാലയങ്ങളിൽ നീലപ്പതാക ഉയരത്തിൽ പറപ്പിക്കാനുള്ള അവസരമാണ് ഉണ്ടാക്കിയത്. KSU കെട്ടിപ്പടുക്കാൻ കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഓടി നടന്ന ഉമ്മൻചാണ്ടി പുതുതലമുറയിലെ പ്രമുഖ നേതാവായി വളർന്നത് വളരെ പെട്ടെന്നാണ്. AK ആന്റണിക്ക് ശേഷം 1967-ൽ KSU പ്രസിഡന്റായി. പേപ്പർ വിരിച്ച് നിലത്ത് കിടന്നുറങ്ങിയും കടം വാങ്ങി യാത്ര ചെയ്തും സുഹൃത്തുക്കളുടെയും അഭ്യുദയകാംക്ഷികളുടെയും സഹായം സ്വീകരിച്ചുമാണ് ഇന്നത്തെ KSUവിനെ ഉമ്മൻചാണ്ടിയുടെ തലമുറയിലെ നേതാക്കൾ കെട്ടിപ്പടുത്തത്. ഒറ്റപ്പാലം NSS കോളേജിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ പ്രസംഗിക്കുന്നതിനാണ് ഞങ്ങൾ പോകുന്നത്. ആരുടെ കയ്യിലാണ് കാശുണ്ടായിരുന്നതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ഷൊർണൂരെത്തിയപ്പോൾ ഒരു ചങ്കൂറ്റം വെച്ച് ഉമ്മൻചാണ്ടി കടയിൽ കയറുകയാണ്. കടയിൽ കയറി പരിചയപ്പെട്ടു, എന്നെയും പരിചയപ്പെടുത്തി. ഞങ്ങൾക്ക് ഒറ്റപ്പാലത്ത് പോകണം, കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്നും നോക്കാതെ ഞങ്ങൾക്ക് കാശ് തരികയും. ഏതു രാഷ്ട്രീയക്കാരുടെ ചരിത്രമെടുത്താലും ഒഴിച്ചുകൂടാനാകാത്തതാണ് അറസ്റ്റും ഒളിവു ജീവിതവും. എന്നാൽ ഒരിക്കൽ പോലും ഒളിവിൽ പോകേണ്ടി വന്നിട്ടില്ലാത്ത ഉമ്മൻചാണ്ടിക്ക് പക്ഷേ ഉള്ളിലുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാവിനെ ഒളിവിൽ നിർത്തേണ്ട സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ ഒളിവു ജീവിതം വേണ്ടി വന്നിട്ടില്ല. പക്ഷേ KSUവിന്റെ നേതാവായ ഉമ്മൻചാണ്ടിക്ക് 3 വർഷം ചങ്ങനാശ്ശേരി SB കോളേജ് ക്യാമ്പസിൽ രാഷ്ട്രീയമായി ഒളിവിൽ കഴിയേണ്ടി വന്നു. കാരണം മറ്റൊന്നുമല്ല, SB കോളേജിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം പൂർണ്ണമായും നിരോധിച്ചിരുന്നു. കോട്ടയം CMS കോളേജിൽ KSUവിന്റെ ഉശിരൻ നേതാവായിരുന്ന ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ 2 വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ SB കോളേജിൽ ചേർന്നുള്ള ബിരുദ പഠനം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ KSUക്കാരനല്ലാതെ 3 വർഷം SB കോളേജിൽ പഠിക്കുക. രണ്ടാമത്തെ വഴിയാണ് തിരഞ്ഞെടുത്തത്. പ്ലാനിംഗ് ഫോറം, സോഷ്യൽ സർവീസ് ഫോറം എന്നീ സംഘടനകൾ ഉണ്ടായിരുന്നു. അതിലൊന്നിൽ പ്രവർത്തിച്ചാണ് കോളേജിനുള്ളിൽ KSUക്കാരനല്ലാതെയും പുറത്ത് KSUക്കാരനായും ഉമ്മൻചാണ്ടി കഴിച്ചുകൂട്ടിയത്. ഇങ്ങനെ മൂവ് ചെയ്യുക എപ്പോഴും അതൊരു ഒരു പ്രവർത്തനം ഉണ്ടാകേണ്ട സാധാരണ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഉള്ളതല്ല. പക്ഷേ ഞങ്ങൾ പല ആളുകൾക്കും ഉള്ളതാണ്. ഇപ്പം കേന്ദ്രമന്ത്രിയായ ശേഷമാണ് ഞാനത് കുറച്ച് കുറവ് വന്നിട്ടുള്ളത്. പക്ഷേ ഞങ്ങളെയൊക്കെ കടത്തി വെട്ടുന്ന രീതിയിൽ രാവിലെ കാസർഗോഡ് തുടങ്ങി അവിടെ പോയി ഇവിടെ പോയി അങ്ങനെയൊക്കെയുള്ള ആ ഒരു കഴിവ് ഉമ്മൻചാണ്ടിക്ക് മറ്റാരേക്കാൾ കൂടുതലുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ് ഉമ്മൻചാണ്ടിയുടെ റോൾ മോഡൽ. എന്നാൽ യുവജന വിദ്യാർത്ഥി നേതാവായിരുന്ന കാലത്ത് ഉമ്മൻചാണ്ടിയെ സ്വാധീനിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ജനകീയ ഇടപെടലുകൾ രൂപപ്പെടുത്തുന്നതിലും ആ വ്യക്തിത്വം നമുക്ക് കാണാം. കമ്മ്യൂണിസത്തോടോ മാർക്സിസത്തോടോ ഒരിക്കലും ഒത്തുപോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന MN ഗോവിന്ദൻ നായരോട് പ്രത്യേകമായ ഒരു അടുപ്പം തന്നെയുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിക്ക്. വിദ്യാർത്ഥികൾ ബസ്സിന് കല്ലെറിയുകയല്ല വേണ്ടത്, പാടത്ത് വിത്തെറിയുകയാണ് വേണ്ടതെന്ന അഭിപ്രായക്കാരനായിരുന്നു കൃഷിമന്ത്രിയായിരുന്ന MN. ഉമ്മൻചാണ്ടി KSU പ്രസിഡന്റായിരുന്നപ്പോഴാണ് ഓണത്തിന് ഒരു പറ നെല്ല് എന്ന മുദ്രാവാക്യമുണ്ടായതും വിദ്യാർത്ഥികൾ പാടത്ത് കൃഷി ഇറക്കിയതും. ഒടുവിൽ ഈ പദ്ധതി സർക്കാർ ഏറ്റെടുത്തു. നിന്ന് വിത്തും വളവും നൽകി.
എം.എൻ. ഗോവിന്ദൻ നായരുടെ ലക്ഷം വീട് പദ്ധതിയും അതിനുവേണ്ടിയുള്ള ജനകീയ പ്രവർത്തനങ്ങളുമെല്ലാം ഉമ്മൻചാണ്ടിക്ക് എമ്മനോടുള്ള ആദരവ് കൂട്ടിയിട്ടേയുള്ളൂ. വെറും 22,500 രൂപ ചെലവഴിച്ച് ആദ്യ തിരഞ്ഞെടുപ്പ് ജയിച്ചയാളാണ് ഉമ്മൻചാണ്ടി. സ്വന്തം മണ്ഡലമായ പുതുപ്പള്ളിയുമായി അന്ന് തുടങ്ങിയ ബന്ധത്തിന് 43 വയസ്സ്. 1970-ലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഉമ്മൻചാണ്ടി ആദ്യമായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് സ്വന്തം നാടായ പുതുപ്പള്ളിയിൽ. സിപിഎമ്മിലെ സിറ്റിംഗ് എംഎൽഎ ആയ ഇ.എം. ജോർജിനെ 7,288 വോട്ടുകൾക്ക് തോൽപ്പിച്ച് നിയമസഭാംഗമാകുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് പ്രായം വെറും 27 വയസ്സു മാത്രം. ആദ്യ തിരഞ്ഞെടുപ്പിലെ ചെലവ് 22,500 രൂപ. 20,000 രൂപ പാർട്ടിയിൽ നിന്ന് കിട്ടി. ബന്ധുക്കൾ 1,250 രൂപ നൽകി. ജയിച്ചാൽ 500 രൂപ തരാമെന്ന് വാഗ്ദാനം ചെയ്തയാൾ അത് പാലിച്ചതോടെ കടം തീർന്നു. ബന്ധുവായ അമ്മിണി തോമസാണ് കെട്ടിവെക്കാനുള്ള പണമായ 250 രൂപ നൽകിയത്. ആ തെരഞ്ഞെടുപ്പിൽ ഒരു പുതുമുഖ നിരയെ, യുവനിരയെ രംഗത്തിറക്കണം എന്ന് അന്നത്തെ പാർട്ടി നേതൃത്വം തീരുമാനിച്ചു. ആ നിരയുടെ ഏറ്റവും വലിയ പ്രത്യേകത ജനങ്ങളുടെ ഇടയിലും ചെറുപ്പക്കാരുടെ ഇടയിലും വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു നിരയായിരുന്നു. ജനങ്ങളുടെ അംഗീകാരമുള്ള നേതാക്കളായിരുന്നു അവർ അന്നും. അതുകൊണ്ട് തന്നെയാണ് അവരെ അന്ന് ആന്റണിയും ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളൊരു നിരയെ അന്ന് രംഗത്തിറക്കി. KPCC പ്രസിഡന്റായ ശ്രീ കെ വിശ്വനാഥൻ അതിന് പ്രത്യേകമായ അദ്ദേഹം വക്കീൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് ചിഹ്നം കൊണ്ടു തരുന്നത് അന്നത്തെ KPCC ട്രഷററായിരുന്ന KM ചാണ്ടി സാറാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, താൻ ചെറുപ്പമാണ്, തനിക്ക് ഭാവിയുണ്ട്, താൻ ജയിക്കുമെന്നൊന്നും കരുതരുത്, എന്നാൽ പിന്നെ വലിയ നിരാശ വരും. പക്ഷേ രണ്ടാമത് എത്തിയാൽ പുതുപ്പള്ളി ജയിച്ചതായിട്ടായിരിക്കും ഞങ്ങൾ കണക്കാക്കുന്നത് എന്ന് പറഞ്ഞാണ് എനിക്ക് സീറ്റ് തരുന്നത്. 33-ാം വയസ്സിലാണ് മറിയാമ്മയെ ഉമ്മൻചാണ്ടിക്ക് വിവാഹം ആലോചിച്ചത്. എന്നാൽ പെൺവീട്ടുകാർക്ക് ആരോ വിവരം കൊടുത്തു ഉമ്മൻചാണ്ടിക്ക് 39 വയസ്സുണ്ടെന്ന്. ഇതോടെ പെൺവീട്ടുകാർ പിന്മാറി. യാഥാർത്ഥ്യം മനസ്സിലാക്കി പിന്നീട് ഇവർ വിവാഹിതരായി. ഈ വിവാഹത്തിനും പെണ്ണുകാണലിനും ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഉമ്മൻചാണ്ടി ടച്ച്. വയസ്സ് 30 കഴിഞ്ഞതോടെ വിവാഹം വേണമെന്ന നിർബന്ധം വീട്ടുകാരിൽ നിന്നുണ്ടായി. പക്ഷേ പിടികൊടുക്കാതെ ഉമ്മൻചാണ്ടി പലപ്പോഴും വഴുതി മാറി. അങ്ങനെയിരിക്കെയാണ് കുട്ടനാട്ടിലെ കരുവാറ്റക്കാരിയും ബാങ്ക് ഉദ്യോഗസ്ഥയുമായ മറിയാമ്മയുടെ ആലോചന വരുന്നത്. എന്നെ ഇഷ്ടമായോ എന്നൊന്നുമല്ല പെണ്ണ് കാണലിന് ഉമ്മൻചാണ്ടി ചോദിച്ചത്. മറിയാമ്മയുടെ ബാങ്കിലെ യൂണിയൻ ഏതാണെന്നായിരുന്നു. വിവാഹം തീരുമാനിച്ചെങ്കിലും ഉമ്മൻചാണ്ടിയുടെ തിരക്കിൽ അത് വൈകിപ്പോയി. ഇതിനിടെ മറിയാമ്മ പ്രതിശ്രുത വരന് നിരന്തരമായി കത്തുകൾ അയച്ചെങ്കിലും മറുപടി കിട്ടിയത് വളരെ അപൂർവമായി മാത്രം. കല്യാണത്തിനുമുണ്ടായിരുന്നു ചില സവിശേഷതകൾ. ആരെയും വിശേഷാൽ ക്ഷണിച്ചില്ല. പകരം തലേ ദിവസത്തെ പത്രത്തിൽ പരസ്യം ചെയ്തു. 1977 മെയ് 30-ന് മറിയാമ്മയുടെ കഴുത്തിൽ മിന്നുകെട്ടി. പുതുമണവാട്ടിയുമായി നേരെ തിരുവനന്തപുരത്ത് മന്ത്രിഭവനത്തിലേക്കാണ് പോയത്. ഒന്നാം ഭാര്യ പുതുപ്പള്ളിക്കാര്, രണ്ടാം ഭാര്യ കേരളം, മൂന്നാം ഭാര്യ കോൺഗ്രസ്, നാലാം ഭാര്യയാണ് ഞാൻ. AK ആന്റണിക്ക് ശേഷം KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രസിഡന്റ്, ചെറുപ്രായത്തിൽ MLA, മന്ത്രി, മുഖ്യമന്ത്രി, അങ്ങനെ കേരള രാഷ്ട്രീയത്തിലെ എണ്ണപ്പെട്ട പ്രധാന വ്യക്തിത്വമാണ് ഉമ്മൻചാണ്ടി. പക്ഷേ സ്വന്തം പാർട്ടിയിൽ ആരാണ് ഈ ഉമ്മൻചാണ്ടി? 1967-ൽ KSU പ്രസിഡന്റ്, 69-ൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ്, 70-ൽ കോൺഗ്രസ് MLA, 77-ൽ മന്ത്രി, 81-ൽ ആഭ്യന്തരമന്ത്രി, 82-ൽ UDF കൺവീനർ, 91-ൽ ധനമന്ത്രി, 2004-ൽ മുഖ്യമന്ത്രി, 2011-ൽ വീണ്ടും മുഖ്യമന്ത്രി. ഇത്രയുമൊക്കെയായ ഉമ്മൻചാണ്ടി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാമാണ്. എന്നാൽ ഒന്നുമല്ല, അഥവാ ഒന്നുമായിട്ടില്ല. KPCCയിൽ ഇതുവരെ ഭാരവാഹിത്വം ഒന്നും വഹിക്കാതെയാണ് ഉമ്മൻചാണ്ടി ഇത്രയുമൊക്കെയായത്. ദേശീയ തലത്തിൽ നേതൃനിരയിലേക്ക് വരുന്നതിലും ഉമ്മൻചാണ്ടി ഒരിക്കലും താൽപര്യം പ്രകടിപ്പിച്ചിട്ടില്ല. എവിടെ പോയാലും ഞായറാഴ്ച പുതുപ്പള്ളിയിലെത്തണമെന്ന നിർബന്ധമായിരിക്കാം ഉമ്മൻചാണ്ടിക്ക് ഡൽഹി രാഷ്ട്രീയത്തോട് വിരക്തി തോന്നാൻ കാരണം. പുതുപ്പള്ളി വിട്ടുപോകുന്നതിനെക്കുറിച്ച് ഉമ്മൻചാണ്ടിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. എന്റെ മനസ്സെപ്പോഴും അവിടെയായിരിക്കും. ഞാൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് ചില പരിപാടികൾ ക്യാൻസൽ ചെയ്യാനോ മറ്റു കാര്യങ്ങളൊന്നും സാധിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ഞാൻ രാത്രി ട്രെയിന് കോട്ടയത്ത് പോകും. 2 മണിക്കത്തെ ട്രെയിൻ, 2 മണിക്കൂർ സമയം എനിക്ക് അവിടെ കിട്ടും. ആ 2 മണിക്കൂർ കൊണ്ട് പോകേണ്ട സ്ഥലങ്ങളിൽ പോയേച്ച് 2 മണിക്കുള്ള കണ്ണൂർ എക്സ്പ്രസ്സിന് തന്നെ ഞാൻ തിരിച്ചു വരും. വെളുപ്പിനെ ഇവിടെ എത്തും. പിറ്റേ ദിവസം രാവിലെ മറ്റ്
പരിപാടി അനുസരിച്ച് പോകാനും സാധിക്കും. അപ്പം ഇവിടെ ആയിട്ട് തന്നെ ഞാൻ പലപ്പോഴും ബുദ്ധിമുട്ടുന്നുണ്ട്. അവിടെയുള്ള മരണത്തിനും കല്യാണത്തിനും അടിപിടിക്കും എന്തിനും ഉമ്മൻചാണ്ടി നാട്ടുകാരുടെ സഹായത്തിന് ഓടിയെത്തും. അവിടെ ഉമ്മൻചാണ്ടി നേതാവല്ല, കോൺഗ്രസ്സുകാരനല്ല, എല്ലാവരുടെയും ആളാണ്. ഉമ്മൻചാണ്ടി പലരുടെയും രാഷ്ട്രീയ ഭാവി നശിപ്പിച്ചുവെന്ന് ആക്ഷേപിക്കുന്നവരുമുണ്ട്. പക്ഷേ PC ചാക്കോ ഒരിക്കലും അങ്ങനെ പറയാനിടയില്ല. 1969 ഉമ്മൻചാണ്ടി KSU പ്രസിഡന്റ് പദവി ഒഴിയുന്നു. പകരം PC ചാക്കോ ആ സ്ഥാനത്തെത്തുമെന്നാണ് പൊതുവെ പ്രതീക്ഷിച്ചത്. എന്നാൽ മലബാറിൽ നിന്നുള്ള കടന്നപ്പള്ളി രാമചന്ദ്രൻ വരട്ടെ എന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പോലും താൽപര്യം. ഒരു മത്സരത്തിൽ കടന്നപ്പള്ളി ജയിക്കില്ലെന്ന് തോന്നിയപ്പോൾ പതിവ് തെറ്റിച്ച് ഉമ്മൻചാണ്ടി തന്നെ തുടർന്നു. ഇത് ചാക്കോയെ ഒഴിവാക്കാൻ വേണ്ടിയാണെന്ന വിമർശനം ഉണ്ടായത് സ്വാഭാവികം. പക്ഷേ ഇതേ ചാക്കോ 1980 മന്ത്രിയായതിനു പിന്നിൽ ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ട്. അന്ന് EK നായനാരുടെ ഇടതുമന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി മന്ത്രിയാകണമെന്നായിരുന്നു കോൺഗ്രസ് യുവിലെ പൊതുവികാരം. ഉമ്മൻചാണ്ടി അതിന് എതിരും. ഒടുവിൽ AK ആന്റണിയുടെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സുകൊണ്ട് തയ്യാറെടുത്തപ്പോഴാണ് PC ചാക്കോ തനിക്ക് മന്ത്രിയാകാനുള്ള താൽപര്യം അറിയിച്ചത്. ഉമ്മൻചാണ്ടി പൂർണ്ണ മനസ്സാലെ പിൻവാങ്ങി. PC ചാക്കോ നായനാർ മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിയായി. പക്ഷേ ഇടതുമുന്നണിയുമായുള്ള കൂട്ടുകെട്ടിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത മനസ്സായിരുന്നു ഉമ്മൻചാണ്ടിയുടേത്. എനിക്ക് ആ ബന്ധത്തിന്റെ തുടക്കം മുതൽ തന്നെ എന്റെ റിസർവേഷൻ ഞാൻ വ്യക്തമാക്കിയിരുന്നു. ആ മന്ത്രിസഭയുടെ ഒരു തുടക്കത്തിൽ ആരംഭ മാസങ്ങളിൽ തന്നെ ഞാൻ പറഞ്ഞതാണ് ശരിയെന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടുകയും ചെയ്തു. പണ്ട് മുതലേ വ്യക്തിത്വ വികസന മാതൃകകളും കണ്ണാടി നോക്കിയുള്ള മുഖം മിനുക്കലുമൊക്കെ പരസ്യമായും രഹസ്യമായും ശീലമാക്കിയവരാണ് രാഷ്ട്രീയക്കാരിൽ ഏറെയും. ഒരു വ്യക്തിത്വ വികസനക്കാരനും നിർവചിക്കാൻ പറ്റാത്തതാണ് ഉമ്മൻചാണ്ടിയുടെ ഉടുപ്പും നടപ്പും. വസ്ത്രധാരണത്തിൽ ഒരു ശ്രദ്ധയുമില്ലാത്ത നേതാവാണ് ഉമ്മൻചാണ്ടി. അത്യാവശ്യം വന്നാൽ മറ്റുള്ളവരുടെ കുപ്പായം കടം വാങ്ങാനും അദ്ദേഹത്തിന് മടിയില്ല. എന്തിനു പറയുന്നു മന്ത്രിയായാൽ പോലും. K കരുണാകരൻ മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരിക്കെ പത്തനംതിട്ടയിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കേണ്ടത് മന്ത്രിയായ ഉമ്മൻചാണ്ടിയായിരുന്നു. പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് നല്ല ഷർട്ടില്ലെന്ന് മനസ്സിലായത്. ഉള്ള ഷർട്ടിട്ട് വണ്ടിയിൽ കയറുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകനായ വട്ടമല മാത്യുവും കൂടെ ഉണ്ടായിരുന്നു. കാറിൽ വെച്ച് മാത്യുവിന്റെ ഷർട്ട് ഊരി വാങ്ങി അതിട്ടു. തിരികെ വരുമ്പോൾ കാറിൽ വെച്ച് തന്നെ ഷർട്ട് മടക്കി നൽകുകയും ചെയ്തു. പിന്നീടൊരിക്കൽ നിയമസഭയിൽ പോകാനും ഇങ്ങനെ ഷർട്ട് കടം വാങ്ങിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി. വല്ലപ്പോഴുമെങ്കിലും ഒന്ന് തനിച്ചിരിക്കാൻ ഇഷ്ടപ്പെടാത്ത നേതാക്കൾ വളരെ വിരളം. എന്നാൽ ഉമ്മൻചാണ്ടിക്ക് അത് ചിന്തിക്കാൻ പോലുമാകില്ല. ആൾക്കൂട്ടത്തിന്റെ ചൂടാണ് അദ്ദേഹത്തിന്റെ ജീവൻ. 70ാം പിറന്നാളിലും ആൾക്കൂട്ടത്തെ ഒപ്പം കൂട്ടി ഉമ്മൻചാണ്ടി മുന്നോട്ട് തന്നെ.